ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് രജിൽ രാജി ഫ്രം RJ മീഡിയ. ഇന്ന് ജൂലൈ 7, 2025 ഏകദേശം 5:45 ഒരു ഹോട്ട് ന്യൂസ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. നേരിട്ട് നിങ്ങൾ കാണും, അപ്പോൾ പൂർണ്ണമായി കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. റീസെൻ്റ്ലി ഞാനൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ HDFC കാർഡിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എനിക്കൊരു കോള് വന്നു, അതായത് HDFC ബാങ്കിൽ നിന്നാണെന്നും പറഞ്ഞാണ് ഒരു കോള് വന്നത്. കോള് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു കാർഡ് പ്രൊട്ടക്ഷൻ സ്കീം ആക്ടിവേറ്റ് ആണ്, നമ്മൾ ഡിസേബിൾ ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മളത് ആക്ടിവേഷൻ ക്ലോസ് ചെയ്തില്ലെങ്കിൽ, അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്നും ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, എന്നോട് പറഞ്ഞ 6,000 എന്തോ കാർഡ് പ്രൊട്ടക്ഷൻ ചാർജ് ഡിഡക്റ്റ് ചെയ്യും എന്നായിരുന്നു. നമ്മൾ കുറച്ച് സമയം സംസാരിച്ച് എന്നോട് പറഞ്ഞ് ഇന്നാണ്, സോ ഇന്നത്തെ ദിവസം തന്നെ, അതായത് 7-ാം തീയതി ജൂലൈ 25 ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ടൈം പറഞ്ഞത് 6 മണി, 5:45. 6 മണിക്ക് മുന്നേ നിങ്ങളത് ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പെർട്ടിക്കുലർ എമൗണ്ട് വിൽ ബി ഡിഡക്റ്റഡ്. എന്നോട് പറഞ്ഞ് നമ്മൾ കുറച്ച് സമയം സംസാരിച്ച് ഞങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചെങ്ങ എന്നോട് പറഞ്ഞായിരുന്നു. എൻ്റെ ഇതാണ് കാർഡ്, ഇതാണ് പേര്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാനൊരു കാര്യം അദ്ദേഹത്തിനോട് തുടർന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ 2 ഓപ്ഷനാണ്. നമുക്കിത് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 2 ഓപ്ഷനാണെന്നുള്ളത്. ഒന്ന് ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അയച്ചു തരാം ലിങ്ക്. ആ ലിങ്ക് കയറിയിട്ട് നിങ്ങളത് ഡീആക്ടിവേഷൻ്റെ നിങ്ങൾക്ക് ആ ലിങ്ക് ഉണ്ടാവും, അത് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് ക്യാൻസലാക്കാൻ പറ്റുന്നതാണെന്ന്. അപ്പോൾ എന്നെ വിളിച്ചാണ് എന്നോട് പറഞ്ഞത് ഒഫീഷ്യൽ HDFC ബാങ്കിലെ കസ്റ്റമർ കെയർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അയച്ചു തന്നത്. ഇതാണ് നിങ്ങൾക്കുള്ളൊരു വാണിംഗ്. ആര് തന്നെ നിങ്ങളെ വിളിച്ച് HDFC ബാങ്കിൽ നിന്നാണെന്ന് ആരാണെന്ന് പറഞ്ഞ് വിളിച്ചാലും ഏതൊരു ലിങ്ക് അയച്ചത് ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക. ബിക്കോസ് വിളിക്കുന്ന ആൾ ആരാണെന്ന് എന്താണെന്ന് നമുക്കറിയില്ല. ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് എന്ന് പറയുന്ന ആളെ അങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കേണ്ട കാര്യം നമുക്കില്ല. സോ എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ലിങ്ക് ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അദ്ദേഹം ലിങ്ക് അയച്ചു തന്നു. ആഫ്റ്റർ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചു, സാർ നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല. വൈ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചിരുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ സാധിക്കില്ല. അല്ല, HDFCൻ്റെ ഞാൻ ഉപയോഗിച്ച HDFC ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആണ് കോൾ വന്നത്. സോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി എങ്ങനെ അത് ഡീആക്ടിവേറ്റ് ചെയ്യണം അത് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ HDFCൻ്റെ ഒഫീഷ്യൽ ആപ്പിലേക്ക് കൂടി എങ്ങനെ എനിക്കത് ഡീആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തരൂ, ഞാൻ അതുപോലെ ചെയ്യാം. അല്ലാതെ നിങ്ങൾ അയച്ചിരുന്ന ഒരു ലിങ്ക് ത്രൂ എനിക്കത് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു സാർ ഇത് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ആവും. ഞാൻ പറഞ്ഞു സാറിന് ഡിഡക്റ്റ് ആയാലും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം, നിങ്ങൾ വിളിച്ചതിന് നന്ദി. ഇത്രയും ദിവസം ഉണ്ടായിട്ട് അറ്റ് എൻഡ് ഓഫ് ദ മൊമെൻ്റ് ആണ് അദ്ദേഹം വിളിച്ച് പറയുന്നത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ചെയ്തത്, എന്നാൽ പിന്നെ ഈ 6 മണി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ പറഞ്ഞാലും മതിയായിരുന്നല്ലോ. സോ ഇത്രയും ദിവസം നിങ്ങൾക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ, നമ്മൾ പൈസ പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ഇതിലൊന്നും പോയി വീഴാതിരിക്കാൻ ശ്രമിക്കുക. പിന്നീട് പറയാനുള്ളത് വേറൊരു 2-3 കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു ക്രെഡിറ്റ് കാർഡായാലും ചിലപ്പോഴേക്ക് കാർഡ് പ്രൊട്ടക്ഷൻ, അതായത് CPP എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ ആക്ടിവേറ്റ് ആവാറുണ്ട്. എന്നാൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെറ്റർ പാർട്ട് തന്നെ ഇത് മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ അത് ഒഫീഷ്യൽ മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾ കൺഫേം ചെയ്യാം. അല്ലാത്ത പക്ഷം അത്തരം കാര്യങ്ങൾ പോവാതിരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഓഫ് കോഴ്സ് അത് ആരാണ് നമുക്കറിയില്ല, സോ അത് മേ ബി അയാൾ ജെന്യുവൻ ആയ ആളാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് മാത്രം കസ്റ്റമർ കെയർ വിടുക. അത് ഒഫീഷ്യൽ കസ്റ്റമർ കെയർ നമ്പറിലൂടെ സംസാരിക്കുക. അവരുടെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ ത്രൂ നമ്മൾ കൺഫേം ചെയ്യുക ഇങ്ങനെ എന്തെല്ലാം ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ HDFC കസ്റ്റമർ കെയറിൽ വിളിച്ച് ഞാൻ കൺഫേം ചെയ്തു. എൻ്റെ ഡീറ്റെയിൽസ് അവർ വെരിഫൈ ചെയ്ത് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താ സ്കീം ആക്ടിവേറ്റ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിഡക്റ്റ് ആയാലും എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ? അവർ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല, നിങ്ങൾ കോഷ്യസ് ആവുക, നിങ്ങൾ എങ്ങനെയില്ല അൺവാണ്ടഡ് ലിങ്കിലൂടെ അൺവാണ്ടഡ് കസ്റ്റമർ കോൾസിലൊന്നും പോയി വീഴാതിരിക്കുക. ഇത് നിങ്ങളിൽ എത്തിക്കുക, നിങ്ങളെ കൂടി സേഫ് ആക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മളൊക്കെ യങ് ജനറേഷൻ എന്നാലും പറ്റിക്കപ്പെടുന്നുണ്ട്, എന്നാലും മാക്സിമം ഇതിലൊക്കെ പോയി വീഴുന്നത് നമ്മൾ 40+ എബോ ഉള്ളവർ, അല്ലെങ്കിൽ 50+ എബോ ഉള്ള സാധാരണക്കാരെ, ഇങ്ങനെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന അത്രയുള്ള ആൾക്കാരാണ്. സോ അവരോടുള്ള പ്രത്യേക റിക്വസ്റ്റാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള ഇന്ന് പോയി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒരുത്തൻ്റെ ക്ലിക്കിൽ കൊണ്ടുപോയി കളയാനുള്ളതല്ല. മേക്ക് സേഫ് യുവർ മണി ഇൻ യുവർ അക്കൗണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ യുഗമാണ്, ഡിജിറ്റലൈസേഷൻ ആണ്. സോ നമ്മളെ തന്നെ സേഫ് ആക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മളെല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണാണ്, ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും ഏതായാലും നമുക്ക് വരുന്നത് എല്ലാം ഒരു വാട്സപ്പ് ത്രൂ ലിങ്ക് ആയാലും മെയിൽ ത്രൂ ഒരു ലിങ്ക് ആയിരിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് എൻ്റെ ഒരു
ഉപദേശമായിട്ട് അഡ്വൈസ് ആയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. കാരണം ഞാനിത് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ്. എൻ്റെ പർപ്പസ് വേറെ എനിക്ക് വളരെ ബെനിഫിഷ്യലായി തോന്നിയൊരു കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ബേസിക് ഫോൺ ഉപയോഗിക്കുക. അതിൽ നിങ്ങൾ പ്രൈമറി അക്കൗണ്ട്, അതായത് പ്രൈമറി ബാങ്ക് ലിങ്ക്ഡായ അങ്ങനെയുള്ള GPay ലിങ്ക്ഡായ എല്ലാ മൊബൈൽ ലിങ്ക് കണക്ഷനുള്ള ആ ഒരു സിം ബേസിക് ഫോണിൽ ഉപയോഗിക്കുക. കാരണം അഥവാ നിങ്ങളെ ഫോൺ ഹാക്കായാലും ബേസിക് ഫോൺ ത്രൂ നിങ്ങളുടെ പൈസ അക്കൗണ്ട് പിടിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് വരുന്ന ലിങ്കും കാര്യങ്ങളും അതിലായതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയാലും നിങ്ങളുടെ അക്കൗണ്ട് ഡയറക്റ്റ് ലിങ്ക് കണക്റ്റ് ആയില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കുക. ഇതെൻ്റെ ഒരു ജസ്റ്റ് അഡ്വൈസ് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ RJ Media ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദയപൂരിലെ ഒരു ട്രാവൽ ബ്ലോഗിൻ്റെ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.